പുതിയ എണ്ണ പറഞ്ഞ് ഒന്നുകൂടെ പറ. അതിനകത്ത് എനിക്കൊരു 5 മിനിറ്റ് നിൽക്കണം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പിടിച്ചുകൊണ്ട് പോകണം. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇത് സാധാരണ അഭിഷേകമല്ല. 92-ാം സങ്കീർത്തനത്തിലേക്ക് പോകണം. 10-ാം വാക്യം. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ. അടുത്ത വാക്ക്, പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. പറഞ്ഞ പുതിയ എണ്ണ എന്നെ തേപ്പിക്കും. ഇങ്ങനെയാ വാക്കിനെ പറയുന്നത്, വൈൽഡ് ഓക്സ് അനോയിന്റിങ്. പറഞ്ഞ കാട്ടുപോത്തിന്റെ അഭിഷേകം. കേട്ടില്ല കാട്ടുപോത്തിന്റെ അഭിഷേകം. കാട്ടുപോത്തിനെ വല്ലതും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, കാട്ടുപോത്തിന്റെ അഭിഷേകം. ഹല്ലേലൂയ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒന്നുകൂടെ പറഞ്ഞേ, കാട്ടുപോത്തിന്റെ അഭിഷേകം. അങ്ങനെ ഒരു അഭിഷേകമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആമേൻ. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഈ കാട്ടുപോത്തിന്റെ അഭിഷേകം വീണാനുള്ള പ്രത്യേകത എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. നമ്പേഴ്സ്, എല്ലാവരുടെ ബൈബിൾ എടുക്കട്ടെ. നമ്പേഴ്സ് 23, സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. കിട്ടിയോടെ ശലോമേ. ആമേ. യാക്കോബിൽ തിന്മ കാണാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനില്ല. അവൻ്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കുന്നു. രാജകോലാഹലം അവരുടെ മധ്യേയുണ്ട്. ദൈവം അവരെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവരുന്നു. അടുത്ത വാക്ക്, കാട്ടുപോത്തിന് തുല്യമായ ബലം. അങ്ങനെ ഒരു അഭിഷേകമുണ്ട്. എനിക്കറിയത്തില്ല ആരുടെയോ മേൽ ഇന്ന് പകൽ അങ്ങനെ ഒരു പകർച്ചയുടെ സാധ്യതയുണ്ട്. അത് നിന്റെ മേൽ വീണാലുണ്ടല്ലോ. അടുത്ത വാക്കും കൂടെ എടുത്ത മോനെ പെട്ടെന്ന് എടുത്ത്. എനിക്ക് അറിയത്തില്ല, എന്തോ ഇന്ന് പകൽ ഇതിനകത്തൊരു തീപിടുത്തത്തിന്റെ പകർച്ചയൊക്കെ ഞാൻ കാണുന്നുണ്ട്. അത് നിന്റെ മേൽ വീണാൽ ആഭിചാരം നിനക്ക് പറ്റത്തില്ല. മന്ത്രവാദം ചെയ്തുകൊണ്ടവൻ നോക്കിയിരിക്കത്തേ ഉള്ളൂ. നീ പോലും അറിയാതെ നിന്റെ വീട്ടിൽ കിടക്കുന്നതിനെ എല്ലാം നീ കുത്തി പുറത്തെടുക്കും. രാവിലെ ദൂത് വിഷം നിനക്ക്. ഞാൻ ഇന്ന് പകൽ ഈ ദൂത് പറയുമ്പോൾ തന്നെ ഈ സീസണിൽ ചില അഭിഷക്തന്മാരുടെ മേലും ചില സഹോദരിമാരുടെ മേലും ഒരു വൈൽഡ് ഓക്സിന്റെ അനോയിന്റിങ് പരിശുദ്ധാത്മാവ് ഇട്ടുതരും. ആമേൻ. നിന്നെ പിടിച്ചു കെട്ടാൻ വയ്യാത്തതുപോലെ കാണാൻ നിൽക്കുന്നവരെല്ലാം കണ്ടോണ്ടിരിക്കട്ടെ. ആരും ആരെയും നോക്കണ്ട. ചിലതിന്റെ കാലിന്റെ മേലും ചിലതിന്റെ കൈയുടെ മേലും ചിലതിന്റെ ഇളക്കി മറിച്ചോണ്ട് നീ പോകും. ഈ സീസണിൽ നിന്റെ അപ്പന്മാർക്കും അമ്മയ്ക്കും ഒന്നും ലഭിക്കാതിരുന്ന നന്മകളെ നീ കുത്തി മറിച്ചെടുക്കുന്നത് പോലെയുള്ള ഒരഭിഷേകത്തിന്റെ പുതപ്പിന്റെ പകൽ ചിലതിന്റെ മേൽ വീഴട്ടെ. കാണാൻ നിൽക്കുന്നവരവിടെ നിൽക്കട്ടെ. ഞാൻ ആവർത്തിക്കുന്നു, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത വാക്കാണ്. ഈ സീസണിൽ ഞാൻ ചർച്ചിന്റെ മേൽ റിലീസ് ചെയ്യുന്നു. ഇറ്റ്സ് എ സീസൺ ഓഫ് വൈൽഡ് ഓക്സ് അനോയിന്റിങ്. മന്ത്രവാദി അവിടെ നിൽക്കും. നിനക്കെതിരെ ദോഷം ചെയ്തവൻ അവിടെ നിൽക്കും. നിന്നെ ശപിക്കാൻ വന്നവൻ വീട്ടിൽ വന്ന് അനുഗ്രഹിച്ചിട്ട് പോകും. നിന്നെ ശപിക്കാൻ കൂലി വാങ്ങിച്ചവൻ നിന്റെ ചർച്ചിൽ വന്ന് നിന്നെ ബ്ലസ് ചെയ്തിട്ട് പോകും. എന്താ കാര്യമെന്നറിയാമോ? രാജകോലാഹലത്തോടെ ഒരുത്തൻ നിന്റെ വീട്ടിൽ ഇറങ്ങും. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഇത് തീയാണല്ലോ. അന്യഭാഷ സംസാരിക്കാൻ പറ്റുന്നവർ 1-2 മിനിറ്റ് അന്യഭാഷ സംസാരിച്ചു. ഞാൻ ആവർത്തിക്കുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം.
ഷാടാബാലാക്കെ. തീർന്നില്ല. 24 നമ്പേഴ്സ് 24:8. ദൈവം അവനെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവരുന്നു. അടുത്ത വാക്യം, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആവർത്തിച്ച് പറ, ശത്രു ജാതികളെ അവൻ തിന്നുകളയുന്നു, അവരുടെ അസ്ഥികളെ അവൻ എന്ന് പറഞ്ഞ ഇത് വേറൊരു ടൈപ്പ് സാധന എന്ന് പറഞ്ഞാൽ നിനക്ക് തൊടുന്നല്ലോ വിനത. അത് ഇന്നലകളിൽ മന്ത്രവാദം, ആഭിചാരം, ലക്ഷണവിദ്യ എല്ലാം കൂടെ നിന്നെ വരിഞ്ഞ് കെട്ടി നിന്നെ ഒതുക്കിയല്ലേ. നീ കുടഞ്ഞെഴുന്നേൽക്കുന്ന സീസണാ. നിന്നെ കെട്ടിയത് അബദ്ധമായി പോയി എന്ന് ആളുകൾ പറയുന്ന, നിനക്കെതിരെ മന്ത്രവാദം ചെയ്തത് തെറ്റായി പോയെന്ന് മന്ത്രവാദി പറയുന്ന, നിനക്കെതിരെ കേസ് കൊടുത്തത് അബദ്ധമായി പോയെന്ന് കേസ് കൊടുത്തവൻ പറയുന്ന, പ്രാപിക്കും വൈൽഡ് ഡോഗ്സിന്റെ അനോയിന്റ്. നിന്റെ വഴി അടച്ചത് അബദ്ധം. പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ മാത്രം പ്രാർത്ഥിച്ചു. നീ ഇന്ന് മുതൽ ഡേറ്റ് കുറിച്ചിട്ടുണ്ട്. അടുത്ത 30 ദിവസത്തിനകം നീ ഒരു ഭയങ്കര സാക്ഷ്യം പറയാൻ പോവാണ്. ഹല്ലേലൂയ. ചില അസൂയാലുക്കൾ പോലും ഞെട്ടിപ്പോകുന്നു. ആദ്യമായിട്ടാണോ ചർച്ചിൽ വരുന്നത്? Hallelujah. Hosanna. Somebody shout. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചു. Hosanna. Oh hallelujah. Hosanna. Hallelujah. Hosanna. ഈ സീസണിന്റെ പ്രത്യേകത, നിങ്ങളിൽ ചെറിയവൻ, ബാക്കി പറ, നിങ്ങളിൽ ചെറിയവൻ 1000 പറഞ്ഞേ. നിങ്ങളിൽ ചെറിയവൻ, നിങ്ങളിൽ ചെറിയവൻ, നിങ്ങളിൽ ചെറിയവൻ. എന്തോ ഒരു ഭയങ്കര അപ്പോസ്റ്റോലിക് സ്റ്റാമിന എന്നോട് ചിലരോട് ദൈവം പ്രവചിക്കാൻ പറയുന്നു. അപ്പോസ്റ്റോലിക് സ്റ്റാമിന നിന്റെ മിനിസ്ട്രിയുടെ മേൽ ദൈവം ഇടാൻ പോവുകയാണ്. നിന്റെ ബോൾഡ്നെസ്, നിന്റെ ധൈര്യം, നീ ചില പ്രതിസന്ധികൾക്ക് നടുവിൽ ഇറങ്ങി നിൽക്കുന്ന തന്റെ ഇടം. ഹല്ലേലൂയ. ആരാ ഇന്ന് രാവിലെ ദൂത് വിശ്വസിക്കുന്ന അപ്പോസ്റ്റോലിക് സ്റ്റാമിന? എനിക്കറിയത്തില്ല, വാക്ക് പറയാൻ ദൈവാത്മാവിനോട് പറയുന്നു, ലൈവിൽ കാണുന്നവരോട് അപ്പോസ്റ്റോലിക് സ്റ്റാമിന. കയ്യിൽ കടിച്ചു തൂങ്ങിയ സർപ്പങ്ങളെ കുടഞ്ഞെറിയുന്ന അപ്പോസ്റ്റോലിക് സ്റ്റാമിന. ഇത് നീ പ്രശ്നങ്ങളുമായി കോംപ്രമൈസ് ചെയ്യുന്ന സമയമല്ല. പ്രശ്നങ്ങൾക്ക് നടുവിൽ ഒരു കാട്ടുപോത്തിന്റെ തന്റെ ഇടത്തോടെ നീ എഴുന്നേറ്റ് നിൽക്കുന്ന സീസൺ. വിശ്വസിക്കാൻ പറ്റുന്നവർ മാത്രം ഇന്ന് രാത്രി, ഇന്ന് രാവിലെ ദൂതനെ വിശ്വസിക്കുക. ഇത് പിന്മാറുന്ന സീസൺ അല്ല, ഇത് ഒളിച്ചോടുന്ന സീസൺ അല്ല, ഇത് പേടിച്ച് മാറുന്ന സീസൺ അല്ല. ഇത് പുതിയ എണ്ണയുടെ സീസൺ. ആരെങ്കിലും പറ, പുതിയ എണ്ണ എന്റെ തലയിൽ വീണാൽ, ജയശ്രീ, പുതിയ എണ്ണ നിന്റെ തലയിൽ വീണാൽ നീ പന്നിയെ പോലെ തല കുനിച്ച് നടക്കുമെന്നല്ല, നിന്റെ കല കുനിഞ്ഞ സ്ഥലങ്ങളിലല്ല, നീ ഒരു കാട്ടുപോത്തിന്റെ ശൗര്യത്തോടെ നീ തല ഉയർത്തും. ആരോടോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ തല ഉയർത്താൻ പോവാ. നിയോഗമുണ്ടെങ്കിൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നിയോഗമുണ്ടെങ്കിൽ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നിയോഗമുണ്ടെങ്കിൽ ചിലരെയൊക്കെ കൈവച്ചോണം. കാണാനിരിക്കുന്നവർ കണ്ടോണ്ടിരിക്കട്ടെ. 3 ആഴ്ചയായി ഈ ദൂത് നിങ്ങളോട് പറയാൻ ഞാൻ വെയിറ്റ് ചെയ്യാം. 3 ആഴ്ചയായി. ഇന്ന് രാവിലെ ഈ ദൂത് ഞാൻ പറയുന്നു. കാട്ടുപോത്തിന്റെ ശൗര്യം പിടിക്കട്ടടാ. ആരെങ്കിലും ഒക്കെ അവരെ സഹായിക്കണം കേട്ടോ. പമ്മിയിരിക്കുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നു. ഇത് നിനക്ക് വെളിപ്പെടേണ്ടുന്ന സമയം. ഇത് നിനക്ക് വെളിപ്പെടേണ്ടുന്ന സമയം. Rise, fight
ഇത് നീ വെളിപ്പെടേണ്ടുന്ന സമയമാണ്. ഒരു അപ്പോസ്തോലിക് സ്റ്റാമിന നിനക്ക് ലഭിക്കും. ദൈവം തരും. ഈ സീസണിൽ മറഞ്ഞിരിക്കരുത്, പേടിക്കരുത്. നീ ധൈര്യത്തോടെ വെളിപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. തല കുനിക്കുന്ന സമയം കഴിഞ്ഞു പാസ്റ്റർ. ഹല്ലേലൂയ. നിന്റെ തലയെ ഞാൻ ഉയർത്തും. കാട്ടുപോത്തിന്റെ തല ഉയർത്തുന്നത് പോലെ ഞാൻ നിന്നെ ഉയർത്തും. ഇവിടെ നോക്ക്. കാട്ടുപോത്തിന്റെ കണ്ടിട്ടുണ്ടോ? കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? അതെ, അത് വേറൊരു ലെവലാ. എനിക്ക് ചിലരെയൊക്കെ വിളിക്കണമെന്നൊക്കെ ഉണ്ട്. എനിക്ക് പേര് വിളിക്കാൻ തന്നെ പേടിയാ. ഇതിന്റെയൊക്കെ മേളിൽ കിടക്കുന്ന അഭിഷേകം അതാണ്. ആയിരത്തെ പറ ഒരു വേറെ എനിക്ക് പ്രശ്നമാണ്. കുത്തി മറിക്കണോ ഇതിനൊക്കെ? കുത്തി മറിക്കണം ഇതിനെയൊക്കെ. അവരെന്ത് പറയും, ഇവരെന്ത് പറയും? തമ്പുരാൻ ചോദിക്കുന്നു, നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം എന്ത് പറയൂടാ? ധൈര്യത്തോടെ ഈ സീസണിൽ പറ കാര്യങ്ങൾ. ഉറക്കെ പറ കാര്യങ്ങൾ. ഉറക്കെ പറ കാര്യങ്ങൾ. അഭിഷേകം തീരുമാനിക്കും. നിന്റെ അപ്പനും നിന്റെ അമ്മയ്ക്കും നിന്റെ വല്യപ്പനും വല്യമ്മയ്ക്കും ഒന്നും ലഭിക്കാത്ത അനുഗ്രഹങ്ങളിൽ നീ ജീവിക്കണം. നിന്റെ നോട്ടം കാണുമ്പോൾ പതറണം പൈശാചിക ലോകം. കണ്ടിട്ടില്ലേ? ഇന്നലെ രാത്രി ഞാൻ വായിച്ചപ്പോ കേട്ടില്ലേ? ആമേൻ, ആമേൻ. എലീമസിന്റെ ആത്മാവിനോട് പൗലോസ് മുഷിഞ്ഞു നോക്കിയെന്ന്. വെളിച്ചപ്പാടത്തിയുടെ ആത്മാവിനോട് പൗലോസ് നീ പ്രസംഗിക്കേണ്ട, നിന്റെ നോട്ടത്തിൽ അവന്റെയൊക്കെ നാട്ടലിളകണം. അതുപോലെയുള്ള അഭിഷേകം ഞാൻ ആവർത്തിക്കുന്നു. വൈൽഡ് ഓക്സ് അനോയിന്റിംഗ്. ഹല്ലേലൂയ. കേരളത്തിൽ ഇതൊക്കെ പ്രസംഗിച്ചിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ വി ഇൻ ക്രൈസ്റ്റ് ചർച്ച് ഞങ്ങൾ ഇത് പ്രസംഗിക്കും. കാട്ടുപോത്തിന്റെ അഭിഷേകം. ഒരു വാക്യം കൂടെ വായിച്ച് നിർത്താം. കാട്ടുപോത്തിന്റെ അഭിഷേകം, കാട്ടുപോത്തിന്റെ ബലം അവനുണ്ട്. ഞങ്ങള് ആഫ്രിക്കയിൽ ചെന്നപ്പോൾ, കെനിയയിൽ ചെന്നപ്പോൾ, ഈ സഫാരി പാർക്കിൽ ഇത് ഈ മൃഗങ്ങളെല്ലാം ലൈവായിട്ട് കാണാൻ പോയി. ഇവർ ഓരോരുത്തരും വരുന്ന ഓരോ നിരയുണ്ട്. ആദ്യം കടുവ വരും, പിന്നെ ആന വരും, ഇങ്ങനെ വരും, സിംഹവും വന്ന് കുടിക്കും. കാട്ടുപോത്ത് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. വേറെ ആര് വന്നാലും സിംഹം അനങ്ങത്തില്ല. ആമേൻ. പക്ഷെ ഈ വൈൽഡ് ഡോഗ്സ് വരുമ്പോണ്ടല്ലോ, ഇതിങ്ങനെ പതിയെ പുറകോട്ട് മാറിക്കൊടുക്കും. അതിന്റെ ടെറിട്ടറി വിടുന്നിടം വരെ ആ കണ്ണുയർത്തിയൊരു നീപ്പുണ്ട്. ഇറ്റ്സ് മൈ ടൈം. എന്റെ സമയ. പോ 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 പോ. നിന്റെ പ്രശ്നങ്ങളോട് പറ, റിവേഴ്സ് ഗിയർ ഇട്ട് മാറാൻ പറ. നീ താങ്ങത്തില്ലെന്ന് പറ. നിനക്ക് വഹിക്കാൻ പറ്റത്തില്ലെന്ന് പറ. ഹല്ലേലൂയ. കാര്യം ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ ഞങ്ങളെ ഇരുത്തി ഉത്തരമരുളുന്ന ദൈവമാണ്. ആമേൻ. കാട്ടുപോത്തിന്റെ കൊമ്പിനിടയിൽ ഒരുത്തൻ പെട്ടുപോയാൽ പിന്നെ കിട്ടത്തില്ല. പക്ഷേ യാഹ്വേ അവൻ കാട്ടുപോത്തിന്റെ കൊമ്പുകൾക്കിടയിലും ഉത്തരം പറയുന്നവനാണ്. പ്രശ്നത്തോട് പറ, പിന്മാറാൻ പറ, പിന്മാറാൻ പറ. ചെങ്കടലെ വഴിമാറി കൊടുക്കും. ചെങ്കടലിനോട് പറ, വഴിമാറ്, വഴിമാറ്.
വഴിമാറി ചെങ്കടലിനെ യോർദാനോട് പറ സ്റ്റോപ്പ് ചെയ്യാൻ പറ. കാര്യം ഒരു തലമുറ വരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലമുള്ളൊരു തലമുറ വരുന്നു. ആരാ ഇന്ന് രാവിലെ ഈ ദൂതനാമൻ പറയുന്നേ? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്, സമുദ്രം കണ്ട് പിൻവാങ്ങിപ്പോയി, യോർദാനെ നീ നിൽക്കുന്നതെന്ത്? സമുദ്രമേ നീ പിന്മാറുന്നതെന്ത്? ശത്രുക്കൾ പറയുന്നു, there is a generation carrying the wild ox anointing. Jesus, there is a generation carrying the wild ox anointing. പ്രശ്നത്തോട് പറ, മാറാ. എന്തിനാ നാണം കിടന്ന പ്രശ്നമേ? മാറ്. പറയുന്നു രാവിലെ കോംപ്രമൈസ് ചെയ്യരുത്. കോംപ്രമൈസ് ചെയ്യരുത്. Adonai will manifest himself. Yahweh Rapha Elohim Shaddai Jireh. Adonai will manifest himself. എങ്ങനെ പറഞ്ഞു ഒപ്പിക്കുന്നത്? ഒരു വാക്യോടെ എനിക്ക് വായിക്കണം. ആ വാക്യോടെ വായിക്കുമ്പോൾ നിനക്ക് നിന്റെ ഗൗരവം പിടികിട്ടും. യോബിന്റെ പുസ്തകത്തിൽ ഒത്തിരി പ്രശ്നങ്ങളിൽ കൂടി പോയ ഈ ദൈവമനുഷ്യനോട് 39-ാം അധ്യായത്തില് ഒരു സംസാരമുണ്ട്. ആ സംസാരത്തിൽ ചിലപ്പോൾ വാട്സാപ്പ് ചാറ്റാണെന്ന് തോന്നുന്നു, കർത്താവുമായിട്ടുള്ള വാട്സാപ്പ് ചാറ്റാണ്. ഈ വാട്സാപ്പ് ചാറ്റ് നടക്കുമ്പോൾ 39-ാം അധ്യായത്തിൽ കുറെ മൃഗങ്ങളുടെ പറയ സ്വഭാവം എഴുതിയിരിക്കുക. ചില മൃഗങ്ങളുടെ ചില സ്വഭാവം. അതിനകത്ത് ആദ്യത്തത്, പാറയിലെ കാട്ടാടുകളുടെ പ്രസവകാലം നിനക്കറിയുമോ? അത് എപ്പം കൺസീവ് ആയെന്നും അത് എപ്പം പ്രസവകാലമായെന്നും അത് എപ്പം പ്രസവിച്ചെന്നും നിനക്ക് അത് പ്രസവിച്ചതിൻ്റെ വഴിക്ക് പോകും. നമ്പർ 1. നമ്പർ 2, മാൻപേടകളുടെ ഈറ്റുനോവ് നീ കണ്ടിട്ടുണ്ടോ? അവർക്ക് ഗർഭം തെറിയുന്ന മാസം നിനക്ക് കണക്ക് കൂട്ടാമോ? അവയുടെ പ്രസവകാലം നിനക്കറിയാമോ? അവ കുനിഞ്ഞു കുട്ടികളെ പ്രസവിക്കുന്നു, ക്ഷണത്തിൽ വേദന കഴിഞ്ഞു പോകും. ആ മിനിറ്റിൽ തന്നെ അവയുടെ കുട്ടികൾ ബലപ്പെട്ട് കാറ്റിൽ വളരുന്നു. അതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അവ പുറപ്പെട്ടു പോകുന്നു, മടക്കി വരുന്നില്ല. അടുത്തത്, കാട്ടുകഴുതയെ അഴിച്ചു വിട്ടതാരാ? വനഗർഭത്തെ കെട്ടഴിച്ചതാര്? ഞാൻ മരുഭൂമി അതിന് വീടും ഉവർനിലത്തെ അതിന് പാർപ്പിടവുമാക്കി. അത് പട്ടണത്തിന്റെ ആരവം കേട്ട് ചിരിക്കുന്നു. തെളിക്കുന്നവന്റെ ഒച്ച മലനിരകൾ അതിന് മേച്ചിൽപ്പുറമാകുന്നു. പച്ചയായതൊക്കെ എത്തുന്നു നടക്കും. ഇനി അടുത്തത്, കാട്ടുപോത്ത് നിന്നെ വഴിവിട്ട് സേവിക്കുമോ? പറഞ്ഞേ, കാട്ടുപോത്ത് നിന്നെ വഴിവിട്ട് സേവിക്കുമോ? പറ. അത് ആരുടെയെങ്കിലും തൊട്ടിയുടെ അടുക്ക പോയി പുണ്ണാക്ക് തിന്നാൻ നിൽക്കുവോ? വല്ലതും പിടികിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. ഇച്ചിരി പിണാക്ക് വേണം, പുളിങ്കുരു വേണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും കാട്ടുപോത്ത് ഏതെങ്കിലും വീട്ടിൽ പോയി നിൽക്കുവോ? കാട്ടുപോത്തിനെ നിനക്ക് കയറിട്ട് ഉഴുവാൻ കൊണ്ടുപോകാമോ? നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. കൊണ്ടുപോകാൻ പറ്റുമോ? ഈ സാധനം നിന്റെ മേൽ വീഴുവെന്നാ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ സാധനം നിന്റെ മേൽ വീഴുവെന്നാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ നീ ഇത് ഫ്രണ്ടിലിരുന്ന് കേൾക്കണമെന്ന് പരിശുദ്ധാത്മാവ് എനിക്കൊരു ബോധ്യം. 3 ആഴ്ചയായിട്ട് അമ്മൻ ഈ ദൂത് പറയുമ്പോഴല്ലേ എന്റെ മനസ്സിൽ നീ കയറി വരും. ആമേൻ.
അതിന്റെ തോളെ നുകം വെച്ച് കൊടുത്തിട്ട് നിന്റെ കണ്ടെത്തി പൂട്ടാൻ വരുവോ? പറ, ഒന്നുകൂടെ പറ. കേട്ടില്ല എന്ന് പറഞ്ഞാൽ നീ വേറൊരു ലെവലിലേക്ക് കേറുമെന്ന ഇന്ന് ആരാ ഇന്ന് പകൽ അങ്ങനെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി? അതിന്റെ ശക്തി വലുതാകയാൽ നീ അതിനെ വിശ്വസിക്കും. എന്തിയാ മോനെ? ആ പോത്തിന് എന്തിയാ? ആ സാധനം എന്തിയാ? വീട് സാധനം പാസ്റ്റേ ഉണ്ടല്ലോ അല്ലയോ? നിങ്ങളുടെ കണ്ടം പൂട്ടായി സാധനത്തെ കൊണ്ടുപോകോ? ഇവരെ തുടരുത്. ആഭിചാരം ഏക്കത്തില്ല, ലക്ഷണവിധി ഏക്കത്തില്ല. കാര്യം അവന്റെ അകത്ത് കാട്ടുപോത്തിന്റെ ഈ സീസണിൽ എങ്ങനെ പറഞ്ഞു തരുന്നു? വീട്ടിൽ ആടിനെയൊക്കെ ഉണ്ടല്ലോ, എന്ന് പറഞ്ഞ പുല്ല് വെച്ചോണ്ട് പോവാൻ ഇങ്ങോട്ട് വാ ഇന്ന് മോനെ പറയല്ലോ, വെട്ടി പീസാക്കി കളയും. എന്തുവാ കാട്ടുപോത്തിന്റെ പറ, കാട്ടുപോത്തിന്റെ പേര്. ഇത് വേണം ഈ സീസൺ. ഈ സീസണിൽ ഇതും കൊണ്ട് വേണം ജീവിക്കാൻ. ആ വാക്യങ്ങൾ ഒന്നുകൂടെ ഇടുമോ? പ്രാർത്ഥിക്കും. എല്ലാരും കാട്ടുപോത്തിന്റെ ബലം പറഞ്ഞേ. ജയമാരേട്ടാ എന്തുവാ? ആ പൂച്ചയുടെ ബലമല്ല, പറ. എന്തുവാ? കേട്ടില്ല? കേട്ടില്ല, ഞാൻ കേട്ടില്ല. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ദിസ് ഈസ് എ സ്പെഷ്യൽ അനോയിന്റിംഗ്. ഒരു സീസണിൽ ഒരു പുറപ്പാടിന് വേണ്ടി ദൈവം ആക്കി വെക്കുമ്പോൾ ദൈവം അവന്റെ മേൽ വെക്കുന്ന അഭിഷേകമാണ്. 430 കൊല്ലം ഫറവോന്റെ നുകം നിന്റെ തോളയിലിരുന്നു. പക്ഷെ അടുത്ത 40 കൊല്ലം ആ ഫറവോനോട് നീ തന്നെ തിരിച്ചു ചോദിക്കണം, ഇനി ഒന്നുകൂടെ നുകം വെക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഹല്ലേലൂയ. ഇനി ഒന്നുകൂടെ എന്നെ കൊണ്ട് കട്ടച്ച് ഉണ്ടാക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ആരാ ഇന്ന് രാവിലെ പറയുന്നേ? ഹല്ലേലൂയ. ഇനി ഒന്നുകൂടെ വൈക്കോല് ചുമപ്പിക്കാൻ ധൈര്യമുണ്ടോ? ഇത് വേറെ ലെവലാണ് മക്കളെ. ഞങ്ങളുടെ സീസൺ തിരികെയാണ്. ഞങ്ങൾ വേറൊരു യാത്രയ്ക്ക് തയ്യാറാകുകയാണ്. It's a season of revival. Somebody shout a big hallelujah. Hallelujah. This is a season of new oil. Hallelujah. Oh, മോനെ അതിനെ മേലറ. ശാലോമേ 2 വാക്യം മേലറ. കാട്ടുപോത്ത്. ഓ, അടുത്ത വാക്യം 8-ാം വാക്യം മുതൽ. കാട്ടുപോത്ത്. ആരാ കാട്ടുപോത്ത്? പറ. ഞാൻ തുണി എടുത്ത ആ തുണി പ്രാർത്ഥിക്കട്ടെ. ഇന്നലെ നിന്റെ പ്രശ്നങ്ങളെല്ലാം കൂടെ ഉണ്ടല്ലോ. ശാലോമേ നീ ഓടി വാ. ഇന്നലെ നിന്റെ പ്രശ്നങ്ങളെല്ലാം കൂടെ നിന്നെ കൊണ്ട് കിടക്കുകയായിരുന്നു. പിശാചിന്റെ നുകവും അന്യായ ബന്ധനവും രോഗവും നടുവേദനയും മുട്ടുവേദനയും എന്തുവാ ജപ്തിയും മിണ്ടുന്നില്ലല്ലോ. എന്തു പറ്റി? ഇതിനൊക്കെ ഒരു സീസൺ ഉണ്ട്. പറ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. പറ, എല്ലാത്തിനും ഒരു സമയമുണ്ട്. എല്ലാത്തിനും ഒരു സമയം. ഇത് കഴിയുമ്പോൾ ഈ കാട്ടുപോത്ത് തന്നെ യജമാനോട് ചോദിക്കും, ആമേൻ, ഇനി ഞാൻ നിന്നെ വഴിവിട്ട് സേവിക്കുമോ? ഇനി ഈ അഭിഷേകം വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും പുൽത്തൊട്ടിക്കകത്ത് അവൻ എന്താ പറയുന്ന കേറി കൂട്ടി തോളച്ചവൻ തിന്നിട്ട് അവന്റെ പണിക്ക് പോവുക. ഹല്ലേലൂയ. എന്റെ കൂടെ ഉണ്ടോ?
മാറിച്ചിട്ട്. Amen. ബാക്കിയോട് കാട്ടുപോത്ത് നിന്നെ ഉറക്കം പറ. അടുത്തിരുന്നാളെ തട്ടിട്ട് ഒരു ആരെങ്കിലും ഒരു പരിധിക്ക് അപ്പുറത്ത് നമ്മൾ സേവിക്കുവോ? ഇത് നിന്റെ തലക്കകത്ത് കയറണം ഈ സീസൺ. നിന്നെ പുൽത്തൊട്ടി എടുത്തൊന്ന് രാപാർക്കുവോ? രാവിലെ പിണ്ണാക്ക് കിട്ടുമെന്ന് പറഞ്ഞു ജോർജാന്റെ വീടിന്റെ പുറകെ വന്ന് നിൽക്കുക. ഇച്ചിരി പിണ്ണാക്ക് കയറാൻ ജോർജ വീട് കുത്തുപൊളിച്ചിട്ട് അരി തിന്നിട്ട് പോകും. ഒത്രം പോയല്ലോ. ബിനിച്ചാന്റെ പരിയമ്പറത്ത് വന്ന് നിൽക്കുക കാട്ടുപോത്ത്. ബിനിച്ച ഇച്ചിരി പഴങ്ങഞ്ഞി. ആ സീസൺ തീർന്നു പറ. സീസൺ തീർന്നു പറ മക്കളെ. പറ. 10ാമത്തെ വാക്യം. ഓ, ഞാൻ തന്നെ അങ്ങ് പിടിച്ച് പരിമിതപ്പെടുത്തുക. കാട്ടുപോത്തിന് നിനക്ക് കയറിട്ട് ഉഴുവാൻ കൊണ്ടുപോകാൻ പറ്റുമോ? പിശാച് നിന്നെ നയിക്കാൻ പറ്റുമോ? പിശാചിനെ കൊണ്ടുപോകാൻ പറ്റുമോ മക്കളെ? പെമുഞ്ഞുങ്ങളെല്ലാം പറ. പിശാചെല്ലാം കഴുത്ത തൂവാൻ പറ്റും. വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ കൊണ്ടുപോകാൻ പറ്റുമോ മക്കളെ? പണ്ടായിരുന്നു. ഇന്ന് വേറൊരു സംഭവം ഞങ്ങളുടെ മേലുണ്ട്. അഭിഷേകത്തിന്റെ പുഷ്ടി. പറഞ്ഞേ, പുഷ്ടി നിമിത്തം നുകം ഓടിച്ചു കളയ. കാട്ടുപോത്തിനെ പൂട്ടാൻ പറ്റുന്ന ഒരു നുകവും ഇന്ന് വരെ ഒരിടത്തും കണ്ടുപിടിച്ചിട്ടില്ല. ഈ സീസണിൽ നിന്റെ മേത്തിരിക്കുന്ന സകല നുകങ്ങളെയും നീ ഒടിച്ചു കളയണം. കാര്യം കാട്ടുപോത്തിന് തുല്യമായ ബലം അവൻ നിനക്ക് തരും. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. അത് നിന്റെ പിറകെ വന്ന് നിലം നിരത്താമോ? ഇല്ല. പറ പറ്റത്തില്ല. പറ കാട്ടുപോത്ത് ഇതൊന്നും ചെയ്യത്തില്ലെങ്കിൽ പിശാചേ എന്നെ കൊണ്ടും ഇതൊന്നും നിനക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാര്യം ഒരു ദാസന്റെ മേൽ കാട്ടുപോത്തിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ മക്കളായ ഞങ്ങളുടെ മേൽ ഹല്ലേലൂയ ഏത് റേഞ്ചാന്ന് എനിക്കറിയത്തില്ല. ആരാ ഇത് രാവിലെ ഇതൂത് വിശ്വസിക്കുന്നേ? ദാസന്റെ മേൽ കാട്ടുപോത്തിന്റെ അനോയിന്റിംഗ് ഉണ്ടെങ്കിൽ മകളായ നിന്റെ മേൽ കിടക്കുന്ന അനോയിന്റിംഗിന്റെ റേഞ്ച് എന്താണെന്ന് പ്രാപിച്ചേ. വായ്കൾ തുറന്ന് ചുരപടലം ജഗടം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പടം ഇഷ്ടപ്പെട്ടു. ഈ മുഖത്തോടെയാ ഇന്ന് പകൽ ഞാൻ നിന്നെ കാണുന്നേ. ഈ മുഖത്തോടു കൂടി ആത്മമണ്ഡലം നിന്നെ കാണുന്നേ. ഈ മുഖത്തോടെ ആത്മമണ്ഡലങ്ങൾ നിന്നെ കാണുന്നേ. ഈ മുഖത്തോടെ ആത്മമണ്ഡലം നിന്നെ കാണുന്നേ. ശപിക്കാൻ ചെന്ന വിലയാൻ പറയാൻ ഒന്നും നടക്കത്തില്ല. പ്രാകാൻ ചെന്ന വിലയാൻ പറയാൻ ഒന്നും നടക്കത്തില്ല. ഇവൻ വേറെ ആളാണ്. കുത്തി മറിച്ചു കളയുന്നത്. ഞാൻ ഇന്ന് പകൽ ഈ ദൂത് പറയുമ്പോൾ നിന്നെ പൂട്ടിയ മുഴുവൻ പൂട്ടും ഇന്നത്തോളം കൊണ്ട് നീ വലിച്ചടക്കാം. പ്രാർത്ഥിച്ചേ. ഇത് തീയാ. നിന്നോടാ ഇന്ന് രാവിലെ ഞാൻ ദൂത് പറയുന്നു. നീ ഈ സീസണിൽ ചിലതിനെയൊക്കെ കുത്തി മറിക്കണം. അതോ ഈ സീസണിൽ നീ ചിലതിനെ കുത്തി മറിക്കണം കേട്ടോ. മോളെ കൊണ്ടുപോയി, കൊച്ചുമക്കളെ കൊണ്ടുപോയി, നന്മ കൊണ്ടുപോയി, ആമേൻ, ആരോഗ്യം കൊണ്ടുപോയി, സമ്പത്ത് കൊണ്ടുപോയി. നിന്റെ മക്കളെ പരതനെ വലിച്ച് നൈൽ നദിയിൽ ഇറങ്ങു. നിസ്സഹായനായി നീ നോക്കി നിന്നു. ആമേൻ. നൈൽ നദിയിൽ ആമേൻ അവിടുത്തെ മുതല നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ നീ നിസ്സഹായനായി നോക്കി നിന്നു. ആത്മഹത്യയെ വീട്ടിൽ നടന്നപ്പോൾ നീ നിസ്സഹായനായി നോക്കി നിന്നു. നിന്റെ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോയപ്പോൾ നീ നിസ്സഹായനായി നോക്കി നിന്നു. കമോൺ, ഒരു ശൗര്യത്തോടെ എഴുന്നേക്ക് നീ. ഒരു ആത്മാവിന്റെ വീര്യത്തോടെ എഴുന്നേക്ക് നീ. കാണാൻ നിൽക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കട്ടെ. ഇന്ന് പകൽ പുതിയ എണ്ണ
പുതിയ എണ്ണ, 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 പുതിയ എണ്ണ എന്നെ തേപ്പിച്ചാൽ പിന്നെ ഞാൻ കുഞ്ഞാടിനെ പോലെ അല്ല, പിന്നെ ഞാൻ കാട്ടുപോത്തിനെ പോലെയാ. പുതിയ എണ്ണ, പുതിയ എണ്ണ. പ്രാർത്ഥിക്കാൻ പോ. എന്തോ 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 പുതിയ എണ്ണ. ആ എണ്ണ ഇടിച്ചെടുത്ത തെളിവുള്ള പുതുതായിട്ട് വന്നാണോ? എവിടുന്നാ വന്നേ? കോട്ടയരുമേലി. അമ്മേ, പേടി തോന്നുന്നു? നിന്നെ കണ്ട് ശത്രുക്കൾ പേടിക്കും. നിന്റെ പ്രശ്നങ്ങൾ നിന്നെ കണ്ട് പേടി തോന്നുന്നു? പറ, ഒരു പരിധി വിറ്റൊന്നും കുനിയാൻ പറ്റത്തില്ലെന്ന് പറ ജയശ്രീ. എല്ലാത്തിനും ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട് മോളെ. അതിനപ്പുറം പറ്റത്തില്ല. എല്ലാത്തിനും അതിരുണ്ട്. അടഞ്ഞ ത്രോവാസുകൾക്ക് ഒരു അതിരുണ്ട്. എനിക്കറിയത്തില്ല ഞാൻ ദൂത് പറയുമ്പോ എല്ലാ പറ, നീ ആരോടും പറ, നീ നിന്നോട് തന്നെ പറ, നിന്റെ പ്രശ്നങ്ങളോട് പറ. എല്ലാത്തിനും ഒരു അതിരുണ്ട്. പറ, വായ തുറന്ന് പറ, എല്ലാത്തിനും ഒരു അതിരുണ്ട്. രമ്യ, പ്രാർത്ഥിച്ചേ. ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥന. അവളുടെ ചെവി പറ, എല്ലാത്തിനും അതിലുണ്ടെന്ന്. എല്ലാത്തിനും അതിലുണ്ട് സഞ്ജു. കണ്ണടച്ചേ. എല്ലാത്തിനും ഒരു അതിനുണ്ട് മോളെ. ഒരു സമയമാകുമ്പോ നമ്മൾ എല്ലാം പൊട്ടിക്കോടാ. പറ, വഴിവിട്ട് വരത്തില്ല. പറ, ഇന്നലകളിൽ എന്നെ നയിച്ചു ഒത്തിരി. ഇന്നലെ നീ എന്നെ കൊണ്ട് നിന്റെ വയലുഴുതിപ്പിച്ചു. ഇന്നലെ നീ എന്നെ കൊണ്ട് നിന്റെ കട്ട ഉടപ്പിച്ചു. പക്ഷെ ഈ സീസണിൽ ഞാൻ തിരിയും. അപ്പോ എല്ലാത്തിനും ഒരു അതിരുണ്ട്. മോനെ, എല്ലാത്തിനും അതിരുണ്ടടാ. അവിടെ ആകുമ്പോൾ ഇത് പൊട്ടും. എല്ലാവരും പ്രാർത്ഥിക്കും. എനിക്കറിയത്തില്ല എന്തോ അവനോട് പ്രാർത്ഥന, അവനോട് പ്രാർത്ഥന. ബിൻസ, അവനോട് പ്രാർത്ഥന. എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. പലതിന്റെ കാലിൽ കിടക്കുന്ന ചെങ്ങല അഴിയുന്നു. ചില നാളുകൾക്ക് മുമ്പ് ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് ഒരു ഉറങ്ങുന്ന സിംഹമാണ്. ഒരു ഉറങ്ങുന്ന സിംഹം. ആ സിംഹത്തിന്റെ അപ്പുറവും ഇപ്പുറവും ചാടി ചിലന്തി വല കിട്ടും. ചിലന്തി വല കെട്ടിയിട്ട് ചിലന്തികൾ പറഞ്ഞു ചിരിക്കുന്നു, സിംഹത്തെ പൂട്ടിയെന്ന്. ഞാൻ സിംഹത്തോട് പറഞ്ഞു, നീ എഴുന്നേക്കുക പോലും ചെയ്യണ്ടെന്ന് തിരിഞ്ഞു കിടന്നാൽ മതി എന്ന് പറഞ്ഞു. നീ എഴുന്നേക്കുക പോലും വേണ്ട, എഴുന്നേക്കുന്നത് തന്നെ നിനക്ക് നാണക്കേടാ.
ഈ പ്രശ്നത്തിന്റെ നടുവിൽ നീ എഴുന്നേക്ക് ഗർജിക്കുന്നതൊക്കെ നിന്റെ 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 തണ്ടിക്ക് ചേർന്നതല്ല. ഒന്ന് തിരിഞ്ഞൊന്ന് കുലുങ്ങിക്കട. ഇതിന്റെ മേൽ വെച്ച മൂക്ക് ഇന്ന് പകൽ പൊട്ടിക്കണം. ഇതിന്റെ മേൽ വെച്ചിരിക്കുന്ന നൂക്കം ഇന്ന് പകൽ നീ എടുക്കണം. നീ ഈ റേഞ്ച് ആണെന്ന് ഈ സീസണിൽ നീ തിരിച്ചറിയണം. നീ നിന്നെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇന്ന് പകൽ നീ കാണണം. എന്നിട്ട് പ്രശ്നത്തോട് പറയണം, ഞാൻ മാറത്തില്ല, വേണമെങ്കിൽ പിന്മാറിക്കോണം. കാണാൻ നിൽക്കുന്നവർ അവിടെ നിൽക്കട്ടെ. പ്രതിസന്ധിയോട് പറയണം, ഞാൻ മാറത്തില്ല. ചെങ്കടൽ വേണമെങ്കിൽ മാറിക്കോണം, യോർദാൻ വേണമെങ്കിൽ മാറിക്കോണം, യെരിഹോ വേണമെങ്കിൽ ഇടിഞ്ഞു പൊക്കോണം. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ നൂറ്റാണ്ടുകളായി 4-5 ജനറേഷനായി വീടുകൾക്ക് മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന താമ്രവാതിലുകൾ തുറക്കുന്നു. പാരമ്പര്യ ശാപങ്ങൾ തുറക്കുന്നു. ആരുടെയും മുമ്പിൽ ഇതുവരെ തുറന്നിട്ടില്ലാത്ത വാതിലുകൾ തുറക്കുന്നു. ഇന്ന് രാത്രി ആരോടോ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ. somebody, അവൻ വരുന്നു. The King of Kings, King of Kings. കാട്ടുപോത്തിന് തുല്യമായ ബലത്തോടെ ഒരു തലമുറ കുത്തി മറിച്ച്, ഓ ബാക്കി അടുത്ത ആഴ്ച.